രാഹുൽ, ചേച്ചി അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്താണ് സംഭവിക്കുന്നത്? ചേച്ചി എന്താ പറ്റിയത്? എന്റെ ഭർത്താവ് 4 മുകളിൽ ഐസിയിലാണ്. പുറത്തേക്ക് ഇറക്കിയോ? പുറത്തേക്ക് ഇറക്കിയോ? കൊറേ ആൾക്കാരെ ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മളപ്പുറത്തുള്ള ഐസിയിലുള്ള നമ്മുടെ അപ്പുറത്തുള്ള ഐസിയിലുള്ളവരെ താഴേക്ക് ഇറക്കാണെന്ന് പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും കൂടെയുള്ളവർക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥ. ഇല്ല, ഐസിന്ന് ഇറക്കിയില്ല. അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് ഇറക്കാന്ന്. ആരാ ഉള്ളത് ഇവിടെ? ആരാ ഇവിടെ ഉള്ളത്? അനൂപ്. നിങ്ങൾ കൂടുതൽ ആൾക്കാരാണോ? കൂടെയാ ഇപ്പൊ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടോ? ഇറക്കിയിട്ടില്ല, ഇറക്കണോ വേണ്ടെന്നുള്ളതിലാണെന്ന് പറഞ്ഞു. ആരാണല്ലേ ഡോക്ടർ? ആരാണല്ലേ? പ്രവീണേട്ടാ, എത്ര ആളുകളെ ഇനി ഇറക്കാനുണ്ട്? കറക്റ്റായിട്ട് ഒരു ഉത്തരവ് ഒരു നേരത്ത് കിട്ടുന്നില്ല. പല ഐസിയുവിലും പല സ്ഥലങ്ങളിലും പേഷ്യൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇറക്കിക്കൊണ്ട് വരുന്നല്ലോ ഓരോ ആൾക്കാരും. ഇപ്പം തന്നെ വെന്റിലേറ്ററിലുള്ള പേഷ്യൻ്റ് ഇറക്കണോ വേണ്ടെന്നുണ്ട് തീരുമാനിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഡോക്ടർമാരോടൊന്ന് ചോദിച്ചോട്ടെ ഇതെങ്ങനെ ഇറക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇത് എന്താ ഇവരോട് ഡോക്ടർമാരോടൊക്കെ ചോദിക്കുമ്പോൾ എത്ര പേരെങ്കിലും മുകളിൽ ഉണ്ടെന്നാണ് പറയുന്നത്? ഇപ്പം ഒരു 10-13 ആളുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം 3 ആളെന്ന് പറഞ്ഞാൽ 8 ആളെ ഇറക്കി. ഇനിയും പല സ്ഥലത്തും ആളുകളുണ്ട്. അത് ഇറക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഏതൊക്കെ ബ്ലോക്കുകളിലായിട്ടാണ് ഇത്? പിന്നെ ന്യൂറോൻ്റെ സർജറി കഴിഞ്ഞ പേഷ്യൻറ്റുകളുണ്ട്. അതുപോലെ പല പേഷ്യൻറ്റുകളും ഇപ്പം അവിടെ സൂപ്പറിലേക്ക് മാറ്റി അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുകളിലുള്ള ആളുകളുടെ കൂടെ ഡോക്ടർമാരും ഉണ്ട്. ഡോക്ടർമാരും കൂടെ അവിടുത്തെ ജീവനക്കാരും ഉണ്ട്, വൈസ് ചാൻസലറും ഉണ്ട്. ഇറക്കിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ഇറക്കിക്കൊണ്ടിരുന്നതാണ്. നിങ്ങൾ ഇവിടെ ആദ്യം മുതലേ തന്നെ ഉണ്ടല്ലോ, അത് കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചു? ഇത് പെട്ടെന്ന് തന്നെയാണ് ഇത് പുകയുന്നത് കണ്ടത്. ഇത് പുകഞ്ഞിട്ട് 4 ഭാഗം പുകഞ്ഞിട്ട് ഇത് പുക വന്നിട്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി രോഗികളൊക്കെ പെട്ടെന്ന് ഇറക്കിയതാണ്. അപ്പം കുറേ രോഗികൾ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്നൊരവസ്ഥയൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എത്ര ആളെ എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇല്ല എന്ന് സൂപ്രണ്ട് പറഞ്ഞു. ഇവിടുന്ന് ഒരു പേഷ്യൻ്റ് ഇപ്പം ഡെത്തായി. ഇവിടെ ഇപ്പോൾ പുറത്ത് കൊണ്ടുവച്ച പേഷ്യൻ്റ് പുറത്തുനിന്ന് ഡെത്തായത്. സൂപ്രണ്ട് പറയുന്നതല്ലോ, ഡെത്തായിട്ടുണ്ട്, പുറത്തുനിന്ന് ഡെത്തായിട്ടുണ്ട്. ഓക്സിജൻ കൊടുക്കുന്ന സിലിണ്ടറൊക്കെ ഓക്സിജൻ കാലിയായ പിന്നെ ഡെത്താവില്ലേ? വണ്ടി പോകാൻ കഴിഞ്ഞത് ഒന്നാമൊരു ഗേറ്റിനുള്ളിൽ ഒറ്റ ഗേറ്റാക്കി വെച്ചിട്ടാണിത്. 2 ഗേറ്റാക്കി വെച്ചിട്ട് പേഷ്യൻറ്റും എല്ലാവരും പുറത്ത് കിടക്കായിരുന്നു. ഇത് ഒരു ഗേറ്റിനുള്ളിലേക്ക് ചുരുക്കി ഇതിനെ ഒന്നായിട്ട് ഉള്ളിലാക്കി. ഇവിടെയോളം പേഷ്യൻ്റൊന്നും കൂടെ ഇപ്പം ആംബുലൻസ് ഒക്കെ ബ്ലോക്ക് ആയിരിക്കുക. അപ്പം നമ്മൾ ഇപ്പോഴൊന്നും പറയുന്നില്ല, അത് അശാസ്ത്രീയമായുള്ള ഒരു പണി കൊണ്ടാണ് ഇത് ഉണ്ടായത്. വല്ലാത്ത അവസ്ഥയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനിയും ആളുകളെ മാറ്റാനുണ്ട്. 4-ാം നിലയിൽ ഐസിയുവിൽ തൻ്റെ ഭർത്താവ് ഉണ്ടെന്നാണ് നേരത്തെ അവിടെ നിന്ന് സംസാരിച്ച ഒരു അമ്മ പറഞ്ഞത്. അവരെ മാറ്റിയിട്ടില്ല. ഒപ്പം ഡോക്ടർമാരും ജീവനക്കാരും ഒക്കെ ഉണ്ട്. എന്ത് ചെയ്യുമെന്നറിയില്ല. പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, മെഡിക്കൽ കോളേജാണ്, അവിടെ ഉണ്ടാകുമ്പോൾ എങ്ങോട്ടാണ്, എന്താണ് സംഭവിക്കുന്നത്, കൂടെയുള്ളവരെവിടെ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് നിസ്സഹായരായി മനുഷ്യർ ആയി പോകുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.